കർണാടകയിലെ റിട്ടയർഡ് DGP ഓംപ്രകാശിനെ ഭാര്യയും മകളും ഗുണ്ടകളും കൂടി കൊന്നുകളഞ്ഞു. വാർത്ത ഇന്നലെയാണ് പുറത്തേക്ക് വന്നത്. ബീഹാറുകാരനായ ഓംപ്രകാശ് 1981 IPS ലഭിച്ച വ്യക്തിയാണ്. കർണാടകയിലായിരുന്നു അലോട്ട്മെൻറ്റ്. അദ്ദേഹം കർണാടകയിലെ 81 ബാച്ചുകാരൻ അദ്ദേഹം എത്തിയ ശേഷം 2015-2017 അദ്ദേഹം DGP ആയി. കർണാടക DGP ആയി അദ്ദേഹം റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് ദണ്ഡേവാലയെ കുറച്ച് സ്വത്ത് ഈ DGP കൊടുത്തിരുന്നു. ബാക്കി സ്വത്തൊക്കെ മകൻ്റെ പേരിൽ എഴുതി കൊടുത്തു. ഭാര്യയും മകളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം. കാരണം ചില ഗുണ്ടാ സംഘങ്ങളുമായി പണമിടപാടുകൾ ഭാര്യയ്ക്കും മകൾക്കും ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. കർണാടക DGP ഇവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. സ്വത്തിനെ സംബന്ധിച്ച് തന്നെ തൻ്റെ സ്വത്തുക്കളെല്ലാം മകൻ്റെ പേരിൽ എഴുതി വെച്ചു. ദണ്ഡേവാലയിലുള്ള ഭൂമി കുറച്ച് അത് സഹോദരിയുടെ പേരിൽ എഴുതി വെച്ചു. അതിന് വീട്ടിൽ തർക്കം ഉണ്ടായിരുന്നു. ഭാര്യയും മകളും ആ ഓംപ്രകാശുമായിട്ടുള്ള തർക്കം അതങ്ങനെ മൂത്ത് വന്നു. IPSകാരുടെ വീഡിയോ അവരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഓംപ്രകാശിൻ്റെ ഭാര്യ പല്ലവി ഇട്ടിരുന്നു തന്നെ ഭർത്താവ് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു വീഡിയോ ഉണ്ട്. അവർ 4-5 ദിവസം അത് വന്നിരുന്നു. IPSകാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അത് കിടന്നു. അതിനുശേഷം ആ IPS ഗ്രൂപ്പിൽ തന്നെ കഴിഞ്ഞ ദിവസം ഇവർ വിളിച്ചു പറഞ്ഞു, ആ മോൺസ്റ്ററെ, ആ രാക്ഷസനെ ഞാൻ കൊന്നു എന്ന്. അത് IPS ഓഫീസറുടെ ഭാര്യയ്ക്കാണ് ആ മെസ്സേജ് കിട്ടിയത്. അവരുടനെ IPS ഓഫീസറുടെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം പോലീസിനെ അറിയിച്ചു. പോലീസ് അങ്ങനെ അവരുടെ വസതിയിലെത്തി. ഭാര്യയും മകളും വീടിനകത്തുണ്ട്. അകത്ത് നിന്ന് കുറ്റിയിട്ടു. പോലീസാന്ന് പറഞ്ഞിട്ടും വാതിൽ തുറന്നില്ല. പോലീസ് ബലം പ്രയോഗിച്ച് ചവിട്ടിപ്പൊളിച്ച് വാതിൽ തുറന്നു. DGP വീട്ടിനുള്ളിൽ കുത്തേറ്റ് മരിച്ചു കിടക്കുന്ന കണ്ടു. രക്തം വാർന്നൊഴുകിയാണ് കിടക്കുന്നത്. ശരീരത്തിൽ 6 ഭാഗത്ത് കുത്തേറ്റിട്ടുണ്ട്. തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട്. അടികൊണ്ട പാടുകളുമുണ്ട്. അപ്പോൾ അത് മറ്റാരെങ്കിലും സഹായം തേടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. വിഷം കൊടുത്ത് തന്നെ കൊല്ലാനായിട്ട് അയാൾ ശ്രമിക്കുകയാണ് എന്ന് വാട്സാപ്പിൽ ഇട്ട ശേഷം അവരുടെ അടുത്ത് പലരോടും സംസാരിച്ചു. ഇയാളൊരു തോക്കുമായിട്ട് വീടിനകത്തോടെ നടക്കുകയാണെന്ന്. DGP റിട്ടയർഡാണ്. തോക്ക് കാണും. അതുമായിട്ട് ഇവരേതെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇവരുടെ ഗുണ്ടാ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം ഉള്ള ആരെങ്കിലും ഫോൺ ചെയ്തിട്ടുണ്ടാവും. തന്നെ കൊല്ലാൻ അവർ വരുമായിരിക്കാം എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം വീടിനകത്തൂടെ തോക്കുകൊണ്ട് നടക്കുന്നത്. ഈ വിവരം IPSകാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ഉള്ള സ്ത്രീകളുടെ അടുത്ത് ഇവർ പറഞ്ഞിരിക്കുന്നു. അയാളൊരു രാക്ഷസനെ പോലെ തന്നെ വീടിനകത്ത് തോക്ക് പിടുത്തുകൊണ്ട് ലോഡഡ് തോക്കുമായിട്ട് നടക്കുന്നുണ്ടെന്ന്. അതിനുശേഷമാണ് അവർ IPSകാരുടെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞത്, ആ മോൺസ്റ്ററെ ഞാൻ കൊന്നുവന്നു. അതുകൊണ്ടാണ് പോലീസ് ഇമ്മീഡിയറ്റ് എത്തി. ശരീരത്തിൽ 6 കുത്തുണ്ട്. മുഖത്ത് അടിയേറ്റ പാടുണ്ട്. അതൊന്നും ഇയാളുടെ ഭാര്യ പല്ലവിക്ക് മകൾക്ക് ചെയ്യാൻ കഴിയില്ലെന്നറിയാം. പോലീസ് അതുകൊണ്ട് ഗുണ്ടാ സംഘങ്ങളുടെ ഒരു കടന്നുകയറ്റം ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം പണ ഇടപാടുകൾ പല ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ഭാര്യയ്ക്കും മകൾക്കും ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതുകൊണ്ട് ഇവരെ കൊല്ലാൻ ശ്രമിച്ചപ്പം ഗുണ്ടകൾക്ക് താല്പര്യം ഉണ്ടാവും. അവർ വീട്ടിൽ വന്ന് ഇദ്ദേഹത്തിനെ എതിരിട്ടുണ്ടാവും. ഇദ്ദേഹം തോക്കെടുത്തിട്ടുണ്ടാവും. അടിച്ചു വീഴ്ത്തിയിട്ടുണ്ടാവും. 6 സ്ഥലത്ത് കുത്തുമുണ്ട്. ഇദ്ദേഹം ബീഹാറുകാരനാണ്. IPS ലഭിച്ചിട്ട് കർണാടകയിൽ വന്ന ആളാണ്. 68 വയസ്സ് പ്രായമുണ്ട് ഇദ്ദേഹത്തിന്. ഏതായാലും വിവരം മകനെ അറിയിച്ചു. മകൻ്റെ മൊഴി പകർത്തിയാണ് ഒരു FIR ബാംഗ്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിതാവിനെ അമ്മയും മകളും കൊടുക്കൽ കൊന്നു തന്നെയായിരിക്കണം FIR. ഏതായാലും പ്രഥമ ദൃഷ്ടിയിൽ ഇതൊരു കൊലപാതകം തന്നെ, യാതൊരു സംശയമില്ല. 6 കുത്തേറ്റിട്ടുണ്ട്. അടിച്ചു വീഴ്ത്തിയ പാടുമുണ്ട്. അയാൾ 68 വയസ്സുകാരൻ, നല്ല ആരോഗ്യമുള്ള ആളാണ്. അതുകൊണ്ട് ഭാര്യയ്ക്കും മകൾക്കും ഇയാളെ എതിരിടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം
അവർ പണമിടപാട് നടത്തുന്ന ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. അവർ വീട്ടിൽ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അവരുടെ വീടിനകത്തുള്ള പ്രവേശനം ഇയാളെ തൂക്കിയുണ്ടി ചിലപ്പം അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവണം. അവർ 4-5 പേരുണ്ടാവും, ഇയാളെ അടിച്ചു പിടിച്ചിട്ട് ഇയാളെ കുത്തിക്കൊല്ലുകയായിരുന്നു. കാരണം ആ ഗുണ്ടകൾക്ക് ഇയാളുടെ ഭാര്യ പല്ലവിയോടും മകളോടും താല്പര്യം ഉണ്ടാവും. അവരുമായിട്ട് പണമിടപാടുകൾ ധാരാളം നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അല്ലെങ്കിൽ അങ്ങനെ ഒരു DGPയുടെ ഭാര്യയും മകളൂടെ ചേർന്ന് DGPയെ കൊല്ലാൻ ശ്രമിക്കില്ല. സാമ്പത്തികം തന്നെ പ്രശ്നം. കുറേ ദിവസങ്ങളായിട്ട് അവരുടെ IPS ഓഫീസർമാരെ ആ കൂട്ടായ്മയിൽ ഈ സ്വത്ത് തർക്കം ഇവരെടുത്തിട്ടിരുന്നു. കാരണം ഭാര്യ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ DGPയുടെ സഹോദരിക്ക് സ്വത്ത് കൊടുത്തതിന് അത് എതിർപ്പ് പഠിപ്പിച്ചു. അവർക്ക് കിട്ടേണ്ട സ്വത്താണ്. അതുകൊണ്ട് ഇത് ഒരു മോട്ടീവ് കൃത്യമുണ്ട്. സാമ്പത്തിക തർക്കം തന്നെ. അത് ഗുണ്ടകളുടെ സഹായം തേടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പ്രതിരോധിക്കാൻ ശ്രമിച്ച അയാൾ തോക്കുമായിട്ടാണ് DGP വീട്ടിനുള്ളിൽ കൂടെ നടക്കുന്നത് എന്ന് ഭാര്യ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്ന അവിടുത്തെ IPS ഓഫീസേഴ്സിൻ്റെ ഭാര്യമാരോട് പറഞ്ഞിട്ടുണ്ട്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ മോട്ടീവ് ഇതിനകത്തുണ്ട്. DGPയുടെ ഭാര്യയും മകളും അകത്ത് പോകുന്നത് തന്നെയല്ല, ആ കേസ് കൺവിഷനാവും. അതിൻ്റെ കൂടെ ആ ഗുണ്ടകൾ ആരാണ് അവിടെ വന്നു പോയെന്നൂടെ പോലീസ് കണ്ടെത്തുമെന്ന് തോന്നുന്നു. പ്രഥമ ദൃഷ്ടിയെ തന്നെ ഇൻറ്റേർണൽ മർഡർ ആണ് എന്നാണ് തുടക്കത്തിൽ അറിഞ്ഞപ്പമുള്ള വാർത്തകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് DGPയുടെ കൊലപാതകം സാമ്പത്തിക പ്രശ്നത്തിൽ തന്നെ അതിൻ്റെ കാരണക്കാരി ഭാര്യയും മകളും തന്നെ. ഭർത്താവ് കൊല്ലപ്പെട്ടതിന് അല്ലെങ്കിൽ അച്ഛൻ കൊല്ലപ്പെട്ടതിന് മകൻ തന്നെയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള FI സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതെന്ന് ഈ കേസിനകത്ത് നമ്മൾ മനസ്സിലാക്കുക. വൈശാല പോലീസ് സ്റ്റേഷനിലാണ് ഈ FIR തയ്യാറാക്കിയിരിക്കുന്നത്. ഏതായാലും ഇൻക്വസ്റ്റ് നടപടിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിൽ ഏതൊക്കെയാണ് വൈറ്റലായിട്ടുള്ള ഭാഗത്ത് കുത്തേറ്റിരിക്കുന്നത് എന്ന് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും രണ്ടുപേരെയും പോലീസ് കസ്റ്റഡി തന്നെ, അമ്മയും മകളും. അവരെ ഇനി റിമാൻഡ് ചെയ്ത് വീണ്ടും കസ്റ്റഡി വാങ്ങിക്കും. ആരുടെ സഹായത്തിലാണ് ഈ കൊലപാതകം നടത്തിയത്, ഗുണ്ടകൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ, അതോ ഇവർ തന്നെ കൈകാര്യം ചെയ്തു? ഏതായാലും 4:30 മണിക്കാണ് DGP മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നത്. പോലീസ് എത്തിയതും 4:30 മണിക്ക് തന്നെ. എല്ലാ അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും.